ഹായ് ഗായ്സ്, ഘീ പൊടി മസാല ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റിയാണിത്. സൈഡായിട്ട് സാമ്പാർ, കോക്കനട്ട് ചട്നി ആൻഡ് ടൊമാറ്റോ ചട്നിയാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. ഈ ടൊമാറ്റോ ചട്നിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 4 പൊട്ടറ്റോ ആണ് ഞാനിവിടെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. 4 പൊട്ടറ്റോയ്ക്ക് 4 സവാള തന്നെ വേണം, എന്നാലാണ് മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഒരു മിക്സിയുടെ ബൗളിൽ 8-10 വെളുത്തുള്ളിയുടെ അല്ലി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്, ഇത്രയും ചേർത്തിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. പേസ്റ്റായി പോകരുത്, ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരു കടായിൽ 2 ടേബിൾ സ്പൂൺ ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. അതിലേക്ക് കടുക്, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ് ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും, കറിവേപ്പില ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ ഒന്നും കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയാൽ മസാലയുടെ ടേസ്റ്റ് അങ്ങനെ മാറിപ്പോവും. അപ്പോൾ ഇതെല്ലാം ഒരേ അളവിൽ വഴറ്റിയെടുക്കണം, നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയി കിട്ടിയാൽ മതി, ബ്രൗൺ കളറൊന്നും ആയി കിട്ടില്ല. ഇപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്, നല്ലൊരു സ്മെല്ല് വരും. ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മഞ്ഞൾപ്പൊടി ഇത് നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ നേരത്തെ നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ. ഈ സവാളയുടെ കൂടെ ഇത് നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളവും കൂടെ ചേർക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. നമ്മൾ പൂരി മസാലയ്ക്കൊക്കെ ഈ സെയിം മസാല തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് നല്ല ലൂസാക്കി എടുത്ത് നമ്മൾ പൂരി മസാലയ്ക്ക് ഉപയോഗിക്കാം. മസാല ദോശയ്ക്ക് ഈ മസാല നല്ല തിക്കായിരിക്കണം. ഇപ്പോൾ ഇത് വെള്ളമെല്ലാം വറ്റി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ ദോശ ചുട്ടെടുക്കണം. ദോശ നമ്മൾ ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇതിലേക്ക് നന്നായിട്ട് നെയ്യ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്, അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് വരുന്നത്. അപ്പം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നന്നായിട്ട് നെയ്യൊക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കണം. ഈ പൊടിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് പൊടി, എല്ലാവരും കണ്ടു നോക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുത്തു, സാധാരണ മസാല ദോശ മടക്കുന്ന പോലെ തന്നെ, എന്നിട്ട് മടക്കിയെടുക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.